രണ്ടാഴ്ചക്കിടെ 2 കപ്പൽ അപകടമാണ് കേരള തീരത്ത് നടന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് കപ്പൽ അപകടം നമുക്ക് പുതുമയുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ എല്ലാ ആശങ്കകളും പേടിയും നമുക്കുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് ഇപ്പം മീൻ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മീൻ കഴിക്കരുത് എന്നുള്ള പ്രചരണം ഒരു ഭാഗത്തുണ്ട്, പക്ഷെ മീൻ കഴിക്കാം എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ മീൻ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എസ്പെഷ്യലി ലാസ്റ്റ് ഇൻസിഡൻറ്റിൽ ടോക്സിക് കാർഗോ ഒക്കെ വളരെ കുറവ് തന്നെയായിരുന്നു. അതിൻ്റെ അകത്തായ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനം ആ ഒരു നെർഡിൽസ് എന്ന് പറയും, വെർജിൻ ഗ്രാന്യൂൾസ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സ്. അത് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇമേജ് കൊണ്ടുണ്ട്, അത് ബീച്ചിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് മീൻ കഴിച്ച് പതിയെ ഫുഡ് ചെയിനിൽ കൂടിയൊക്കെ വരാൻ, ബട്ട് ദാറ്റ് ഡസൻ കോസ് മച്ച് പ്രോബ്ലം. അതിനേക്കാളും ഇഷ്യൂസുള്ള ടോക്സിക് സാധനങ്ങളാണെങ്കിൽ അത്രയും ടോക്സിസിറ്റി ഉള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫിഷ് കില്ല് നമുക്ക് കാണാമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കടൽ ഭയങ്കര വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 10 കണ്ടെയ്നറോ 20 കണ്ടെയ്നറൊക്കെ കലങ്ങിയാൽ പോലും കടലിൽ വെള്ളത്തിനകത്ത് അതൊന്നുമല്ല. വെച്ചാൽ കടലിൽ 2 നേരം ഹൈ ടൈഡ്, ലോ ടൈഡ്, കടലിൻ്റെ കറണ്ട്, അടിയൊഴുക്ക്, ഇതൊക്കെയായിട്ട് ഇത് പലയിടത്തേക്കും മിക്സായി പോകും. ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലാണെങ്കിൽ അവിടെ തന്നെ അത് അക്യൂമുലേറ്റ് ചെയ്യണം, മറ്റേത് ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇഷ്യൂവും കൂടി. ഇതിലിപ്പം ആദ്യത്തെ MSC ELSA 3 ചില പ്ലാസ്റ്റിക് ഘടകങ്ങളും ആ കണ്ടെയ്നറുകൾ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് കണ്ടെയ്നർ കാലിയായിരുന്നു. ചില കണ്ടെയ്നർ തുണി, മറ്റേ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളായിരുന്നു. പക്ഷെ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അപകടത്തിലുള്ള വാൻഹെയിൽ വന്നിട്ടുള്ളതിൽ അതിൽ 150-ലധികം അതീവ ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കളാണുള്ളത്. അത് കത്താൻ പോലും സാധ്യതയുള്ള രാസവസ്തുക്കളാണുള്ളത്. അപ്പൊ അത് കടൽ വെള്ളത്തിൽ കലരുന്നത് കൊണ്ട് ഈ മീനുകൾക്കോ അല്ലെങ്കിൽ മത്സ്യ സമ്പത്തിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുമോ? ഓക്കെ, ഈ കടലിൽ ഇപ്പൊ രണ്ടാമത് നടന്ന ആക്സിഡന്റ്, അതായത് വേപ്പൂരിന്റെ സൈഡിലുള്ളത്, ഞാനത് ഇന്നലെ വൈകിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കാർഗോയിൽ ആക്ച്വലി ഭയങ്കര ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ടു കണ്ടെയ്ൻ ദി ഫയർ എന്നാണ് അതിൻ്റെ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു, മിക്കവാറും ഇത് കത്തി തന്നെ തീരാനാണ് സാധ്യത. ഇറ്റ് ഈസ് വെരി അൺലൈക്ലി ടു കൺട്രോൾ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പിന്നീട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾ ദി സെയിം, അതേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കണ്ടെയ്നറിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് സംവാട്ട് ടോക്സിക് തന്നെയാണ്. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ കത്തി ഈ കണ്ടെയ്നേഴ്സ് താഴ്ത്ത് വീണിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകാം. കുറച്ചിന് കണ്ടെയ്നർ വീണ് ആസച്ച് സെറ്റിൽ ആയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് കടൽ വളരെ ഡൈനമിക് എൻവറോൺമെൻ്റ് ആണ്. ഡൈനമിക് എൻവറോൺമെൻറ്റ് വെച്ചാൽ എപ്പോഴും മൂവിങ് ആണത്. അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വേണമെങ്കിൽ ഒരു കറണ്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ അത് അന്റാർട്ടിക് കോസ്റ്റോ ആർട്ടിക് കോസ്റ്റിലൊക്കെ വേണമെങ്കിൽ ചെല്ലാം. പോസിബിൾ ആണെന്നുള്ള ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇറ്റ്സ് ടേക്ക് ഫ്യൂ ഇയേഴ്സ് ഓർ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ടു റീച്ച്. പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അപ്പോൾ ഈ ഒരു സാധനങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളും കടലിൽ വീഴുമ്പോൾ ഈ കടലിൻ്റെ ഒരു ഷിയർ വോള്യൂം കൊണ്ട് ഈ സാധനം ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അതും തന്നെയല്ലേ ഡൈല്യൂഷൻ ആൻഡ് മിക്സിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കടലിലത് വലിയൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഇതുകൊണ്ടാണ് കടൽ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് പൊല്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് പോലും. കടലിൽ ഇത്രയും മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അവിടെ കുറേയും കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഓയിലും പ്ലാസ്റ്റിക്കുമാണ്. ഓയിൽ 2 രീതിയിൽ. ഒന്ന് മേലിൽ സ്പ്രെഡ് ചെയ്യുന്ന ലൈറ്റ് ഫ്രാക്ഷൻ ഉണ്ട്. ഈ ലൈറ്റ് ഫ്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ എയർ സീ ഇൻട്രാക്ഷൻ കട്ട് ചെയ്യും. അപ്പോൾ ഓർഗാനിസത്തിന് എയർ മിക്സിങ് കിട്ടാത്തത് കൊണ്ടുള്ളൊരു കില്ല് നടക്കാം. കുറേ തിക്ക് ഫ്രാക്ഷൻ ലൈക്ക് കോൾട്ടാർ ഒക്കെ പോലെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെറ്റിൽ ചെയ്തിട്ട് ഈ ബോട്ടത്തിലുള്ള ജീവികൾ പലതും ഫിഷിൻ്റെ പോലെ മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതല്ല. സെഡൻറ്ററി എന്ന് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ അത് മിക്കവാറും അവിടെ തന്നെ ചത്തുപോകും. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ താഴെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ വെച്ചുള്ളതിൽ വലിയ ഹെവി ഫ്രാക്ഷൻ ഒന്നും കണ്ടില്ല. ലൈറ്റർ ഫ്രാക്ഷൻ ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബോയ്സ് ഒക്കെ ഇട്ട് ആ ഏരിയ കട്ട് ഓഫ് ചെയ്തിട്ട് സ്പോഞ്ച് പോലെയുള്ള സാധനങ്ങൾ വെച്ച് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന് നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നുള്ള മേജർ പ്രോബ്ലം പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക് മറൈൻ ലിറ്ററിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ്. ഒരുപാട് ജീവികൾ എൻടാങ്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ജീവികൾ ഇത് ഫുഡാണെന്ന് വിചാരിച്ച് കഴിച്ച് സിസ്റ്റത്തിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ജീവികൾ കുടുങ്ങിയിട്ട്, വലിയ ജീവികൾ ചെറുതായിരിക്കുമ്പോഴായിരിക്കും കുടുങ്ങണത്. പിന്നെ ഇത് വലുതാകുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഫ്ലഷിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്തൊക്കെ പോയിട്ട് വളരെ പാത്തറ്റിക്കാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഓഷ്യൻ ഓർഗാനിസത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നഷാദ്. അവൻ ചില പിക്ചേഴ്സൊക്കെ എനിക്ക് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നി. ഈ ഷാർക്കിൻ്റെ ഒക്കെ സൈഡിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കയറിയൊക്കെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് 2 കൈ ഉള്ളതുകൊണ്ട് പലതും ചെയ്യാം. 2 കൈയും 2 കാലിൽ നിൽക്കാൻ പറ്റുക, നടക്കാൻ പറ്റുക എന്നുള്ള എവല്യൂഷനിലെ ഒരു ജയൻറ്റ്
ലീപ്പാണ്. നമുക്ക് പലതും ചെയ്യാൻ പറ്റും, പക്ഷെ ആ അഡ്വാൻറ്റേജ് മറ്റു ജീവികൾക്ക് ഇല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ളൊരു ടോക്സിസിറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ ബേപ്പൂർ സംഭവിച്ചിട്ടുള്ളത് ഗ്രാജുവൽ ആയിട്ട് ഫുഡ് ചെയിനിൽ കൂടി കയറി ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഹ്യൂമനിൽ റീച്ച് ചെയ്യാനും ഇല്ലെങ്കിൽ ഫിഷിൽ റീച്ച് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മളൊരു ഭക്ഷ്യ ശൃംഖലയിൽ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. ഈ ചെറിയ ജീവി തൊട്ട് ഏറ്റവും വലിയ തിമിംഗലവും ഇല്ലെങ്കിൽ നമ്മൾ വരെ ഉള്ളവരെല്ലാവരും കണക്റ്റഡ് ആണ്. പക്ഷെ ആ സാധനം ഈ ബിൽഡപ്പ് ഉണ്ടായി ചെറിയ ജീവികളിൽ വളരെ ചെറുതായിരിക്കും, വലിയ ജീവികളിൽ അതിൻ്റെ 10 എണ്ണത്തിന് 100 എണ്ണത്തിൻ്റെ ആയിരിക്കും, അതിനേക്കാളും വലിയ ജീവികളിന് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ലാർജ് ഹയർ ലെവൽ ഓർഗാനിസത്തിൽ വരുമ്പോഴേക്കും ഹൈ കോൺസെൻട്രേഷനിൽ വരാനും ടോക്സിസിറ്റി ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷെ അതിന് വേണ്ടത് ഇപ്പം ഈ കപ്പൽ വീണിട്ടുള്ള സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാട്ടർ സെഡിമെന്റ് സാമ്പിൾസ് കളക്ട് ചെയ്യണം. അതിൽ കലർന്നിട്ടുള്ള സാധനങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഇപ്പോൾ വളരെ ഹയർ ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പല സ്റ്റഡീസും ലോകത്തിൽ പല സ്ഥാനങ്ങളെ കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എൻവിറോൺമെന്റിൽ, അത് ഫുഡ് ചെയിനിലേക്ക് കയറി എങ്ങനെ ബിൽഡപ്പ് ഉണ്ടാകാം, എങ്ങനെ ഒരു ഹയർ എൻഡ് കൺസ്യൂമറിൽ പ്രശ്നം ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി. വെറുതെ ചുമ്മാ എന്തെങ്കിലും പോയിട്ട് ഒരു സാധനം നോക്കിയാലൊന്നും ഇതിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല.